ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. എല്ലാവരും ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു ഓർഡിനറി സീലിംഗ് ഫാൻ എങ്ങനെയാണ് നമുക്ക് BLDCയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു കൺവേർഷൻ കിറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. BLDC എന്ന് പറഞ്ഞാൽ ബ്രഷ്ലെസ് DC മോട്ടോർ എന്നാണ്. ഈ ഒരു കിറ്റ് നമുക്ക് 12 വോൾട്ട് DCയിലും അതുപോലെ 220യിലും പ്രവർത്തിപ്പിക്കാവുന്നതാണ്. സാധാരണ ഫാനുകളെ അപേക്ഷിച്ച് ഒരുപാട് ഇലക്ട്രിസിറ്റി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നിങ്ങളുടെ ഫാനുകൾ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫാനിൻ്റെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോയിലും അതുപോലെ കപ്പാസിറ്ററൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്തു. ഇതിൻ്റെ കോയിലും റോട്ടറൊന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. നമുക്ക് കൈസ് മാത്രമേ ഇതിൽ ആവശ്യം വരുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മാഗ്നറ്റിൻ്റെ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് കറക്റ്റ് നിങ്ങൾ ഫാനിൽ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് കട്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്.
ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു കോയിൽ ഇതിൻ്റെ ടോപ്പ് ഭാഗത്തെ കേസിൽ പ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിത് ഈ ഒരു മാഗ്നറ്റ് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുന്നു. മാഗ്നറ്റ് ഇറക്കുമ്പോൾ നമുക്കൊരു ഭാഗത്തേക്ക് പിടിച്ച് വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഇൻസുലേഷൻ വൈൻഡിങ്ങിന് ഉപയോഗിക്കുന്ന ഇൻസുലേഷൻ പേപ്പർ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ അലൈൻമെൻറ്റ് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഒരു 4 സൈഡിലും പേപ്പർ വെച്ച് കറക്റ്റ് സെൻട്രലാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡിൽ നമുക്ക് സ്പേസറോ അല്ലെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ കട്ട് ചെയ്ത ആ പ്ലാസ്റ്റിക് പീസ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ ഈ ഒരു മാഗ്നറ്റ് കറക്റ്റ് സെൻട്രൽ പൊസിഷനിൽ നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. മാഗ്നറ്റ് ഗ്ലൂ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫിലിം നമുക്ക് റിമൂവ് ചെയ്തിട്ട് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റാണ്. ഇനി നമ്മളിതിൻ്റെ അടിയിലെ കവർ ഫിക്സ് ചെയ്യാം.
ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മദർ ബോർഡ് ഫിറ്റ് ചെയ്യാം. മദർ ബോർഡ് ഫിറ്റ് ചെയ്യാനുള്ള ബേസൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. ആ കപ്പാസിറ്ററിൻ്റെ ക്ലാമ്പ് വരുന്ന സ്ക്രൂവിൽ തന്നെ നമുക്കിത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ കണക്ഷൻ ഈ ഒരു 3 വയർ വരുന്ന ആ ഒരു കണക്ടറാണ് നമുക്ക് കോയിലിലേക്ക് പോകുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് 12 വോൾട്ടിൻ്റെയും അതുപോലെ 220യുടെയും കണക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലീഫില്ലാത്തതുകൊണ്ട് ഇത് കുറച്ച് നേരം തിരിഞ്ഞിട്ടൊന്ന് സ്റ്റോപ്പ് ആവുന്നതാണ്. അപ്പോൾ ഓക്കെയാണ്, വർക്കിംഗ് ഒക്കെ കണ്ടീഷനാണ്. ഇനിയൊരു സെൻസർ നമുക്ക് ഇതിൻ്റെ ഒരു കപ്പിൽ ഹോൾ ഇട്ടിട്ട് നമുക്ക് പുറത്തേക്ക് ഇടാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ലീഫൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.